കണ്ണാടി ഭദ്രകാളി നാഗരാജ ക്ഷേത്രത്തിൽ ദേവി ഭാഗവത സപ്താഹയജ്ഞവും നവരാത്രി ആഘോഷ പരിപാടികളും തുടരുന്നു. ഒക്ടോബർ 1-ാം തീയതി വരെയാണ് ആഘോഷ പരിപാടികൾ നടത്തുന്നത്. ശങ്കരനാരായണ ശർമ്മയാണ് ഭാഗവത യജ്ഞാചാര്യൻ. ക്ഷേത്രം തന്ത്രി ഡോക്ടർ TS വിനീത് ഭട്ട് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കാലദംഷ്ട്രാഖ്യങ്ങൾ 2 ഋതുക്കളും, അതാണ് നവരാത്രിയുടെ പ്രത്യേകത. അപ്പോൾ ജീവരാശികൾക്ക് മുഴുവൻ എങ്ങനെയാണോ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലേക്ക് പ്രവേശിക്കുക, അതേപോലെ ഋതുഭേദമനുസരിച്ച് ഋതുസംഘം ചെയ്യുന്നതായിട്ടൊരു സമയമാണ് നവരാത്രി. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ വ്രതചര്യയോടുകൂടി ജീവിക്കണം. അതിനുവേണ്ടി 9 അഗസ്സുകളാണ് ഇവിടെ ദേവി ഭാഗവതത്തിനുള്ളത്. ഈ ദേവി ഭാഗവത യജ്ഞം ഒരു തവണ നിങ്ങൾ കേട്ടവരാണ്. ഒരിക്കലും നമുക്കൊരു പുരാണമോ ഒരു ഇതിഹാസമോ ഒരു ആവർത്തന വിരസത തരാതെ എന്നും നമ്മളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഋഷിമാരുടെ ദർശനത്തിന്റെ സുകൃതമാണ്. അതല്ലെങ്കിൽ അവർ ദർശിച്ച പുണ്യം നമ്മളിൽ എന്നും നിൽക്കണമെന്നുള്ളത് അവരുടെ തപസ്സിന്റെ മഹത്വമാണ്. സ്വസ്തിക പാർവതി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം പോലെ തന്നെ ഭഗവാൻ വസിക്കുന്ന ഒരു ഇടാണ്. അവിടെ പോയിട്ട് ഒന്നും അർത്ഥിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനോട് എന്തെങ്കിലും പറയണോ, എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രം എന്ന് പറയുന്നത് അവിടുത്തെ ആ ചൈതന്യം എന്ന് പറയുന്നത് ഒരു 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 കൂട്ടം ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാനമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രം ഇവിടെ ഈ ഭക്തന് ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നി, അതിന്റെ ഫലം അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഫലം എന്ന് പറയുന്നത് ഒരാൾക്കല്ല, ഇദ്ദേഹത്തിന് മാത്രമല്ല കിട്ടുക. ഒരു ക്ഷേത്രം കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഈ ചുറ്റുപ്രദേശത്തുള്ള എല്ലാ ദേശവാസികൾക്കും കൂടിയാണ്. അപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതാണ് നമ്മുടെ ഹിന്ദുക്കൾ എന്നും ജപിക്കുന്ന മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു പരമാർത്ഥ അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥമാണ് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. രാവിലെ മുതൽ രാത്രി വരെ ആഘോഷ പരിപാടികളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.